46ാമത് കേരള സ്റ്റേറ്റ് കാഡറ്റ് ജൂനിയർ അണ്ടർ 21 കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025-26 കേരള കരാട്ടെ അസോസിയേഷനും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും കേരള ഒളിമ്പിക് അസോസിയേഷനും സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ഓഫ് കോട്ടയവും സംയുക്തമായി കോട്ടയം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് 2026 ജനുവരി 10-11 ദിവസങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നടത്തി. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി. കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് ഗുരുക്കൾ, കോട്ടയം ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അവിനാശ് മാത്യു, കോട്ടയം ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സുനിത സതീഷ്, സെൻസായ് S രഘുകുമാർ, കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ്, കേരള കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി സെൻസായ് P ചന്ദ്രശേഖര പണിക്കർ, ട്രഷറർ സെൻസായ് PP വിജയകുമാർ, വൈസ് പ്രസിഡന്റ് സെൻസായ് സുരാജ് R, റഫറി കമ്മീഷൻ ചെയർമാൻ സെൻസായ് സുനിൽ കുമാർ, ടൂർണമെന്റ് ഡയറക്ടർ സെൻസായ് ജോയ് പോൾ, റഫറി കമ്മീഷൻ സെക്രട്ടറി സെൻസായ് അബ്ദുൾ അസീസ്, റഫറി കമ്മീഷൻ മെമ്പർമാരായ സെൻസായ് വിജയൻ, സെൻസായ് TA തോമസ്, സെൻസായ് രതീഷ്, സെൻസായ് സമ്പത്ത് V, ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ സെൻസായ് അജു എബ്രഹാം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നായി 1000-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു. കാലങ്ങളായി നടത്തിവരുന്ന ടൂർണമെന്റുകളിൽ വെച്ച് ഏറ്റവും മികച്ച ടൂർണമെന്റ് ആയിരുന്നു എന്ന് സംഘാടകർ അവകാശപ്പെടുന്നു. ഏറ്റവും മനോഹരമായ ഒരു ഇനമാണ്. സ്വാഭാവികമായി ഇന്ന് കൂടുതൽ യൗവനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതായി കാണാനും കഴിയും. കലയും കായികവും ഒന്നിണങ്ങിയ ഈ മനോഹരമായ ഇനം സംസ്ഥാനത്തെ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച് അതിന് വലിയ അംഗീകാരം നൽകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിൽ അക്ഷരനഗരിയിൽ വെച്ച് ഈ സംസ്ഥാന 44ാമത് ചാമ്പ്യൻഷിപ്പ് ഏറ്റവും ഭംഗികരമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള മത്സരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരുടെയും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടന നടപടികൾ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ കൺവീനർ പ്രിയപ്പെട്ട എല്ലാവരും സംഘടിതമായി പ്രവർത്തിച്ചാൽ ഒന്നും അസാധ്യമല്ല എന്ന് കഴിഞ്ഞ 3 മാസമായി ജില്ലാതലത്തിൽ ടൂർണമെന്റ് നടത്തിയ ജില്ലാ ഭാരവാഹികളെ അതിനുശേഷം റഫറി സെമിനാർ നടത്തിയ മിനിസ്റ്റർ ശ്രീ വാസവൻ സാർ നന്ദി അവസരം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ചെയ്യുന്ന ബൈജു വർഗീസ് സാർ നന്ദി അറിയിക്കുന്നു. കൂടാതെ കേരള കരാട്ടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് രഘുകുമാർ സെൻസായ്, സെക്രട്ടറി ചന്ദ്രശേഖരൻ സാർ, RC ചെയർമാൻ സെൻസായ്, RC സെക്രട്ടറി RC സെൻസായ്, മറ്റ് എല്ലാ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരെ, മറ്റ് ഒഫീഷ്യൽസ്, ജഡ്ജസ്, റഫറീസ്. ാമത് സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കേരള കരാട്ടെ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുകയാണ്. കോട്ടയം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് 14 ജില്ലകളിൽ നിന്നായി 750ഓളം പാർട്ടിസിപ്പൻസ് പങ്കെടുത്തിട്ടുണ്ട്. നാളെ തുടർന്നും നടക്കുന്ന മത്സരങ്ങളിൽ 450ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്.
1300 പേർ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന ഔദ്യോഗിക ചാമ്പ്യൻഷിപ്പാണ് ഇത്. ഒളിമ്പിക് അസോസിയേഷൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കേരളത്തിലെ ഏക സംഘടനയാണ് കേരള കരാട്ടെ അസോസിയേഷൻ. ഇത് 1978 രൂപീകരിച്ച സംഘടന കഴിഞ്ഞ 46 വർഷമായിട്ട് ഒരു മുടക്കവുമില്ലാതെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകൾ സുഗമമായി നടത്തി മുന്നോട്ട് പോകും. എത്ര ജില്ലകളിൽ നിന്ന് ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്? എത്ര ജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്? 14 ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്നു. മാത്രമല്ല ഒരു ഈവൻറ്റിൽ ഞങ്ങൾ 2 പേരെ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ഒരു ഈവൻറ്റിൽ 2 പേര് മാത്രമേ പങ്കെടുക്കുള്ളൂ. ജില്ലയെ പ്രതിനിധീകരിച്ച് ഒരു കാറ്റഗറിയിൽ 2 പേർ മാത്രമാണ് മത്സരിക്കുന്നത്. പലതും ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങളൊക്കെ ഒരു കാറ്റഗറിയിൽ ഒരു ഈവൻറ്റിൽ 8ഉം 9ഉം പേരെയൊക്കെ പങ്കെടുപ്പിക്കുന്നു. അപ്പോൾ ഒരുപാട് പേരെ പങ്കെടുപ്പിച്ചിട്ട് ഒരുപാട് സാമ്പത്തിക നേട്ടം നടത്തുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ട് അങ്ങനെ നടത്തിക്കൂടാ എന്നുള്ളതാണ്. ഒരു ജില്ലയിൽ നിന്ന് 2 പേരെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 28 പേരോളം ഒരു കാറ്റഗറിയിലേക്ക് മത്സരിക്കുന്നു. വരാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ നൂറുകണക്കിന് പേരെയാണ് പലരും പങ്കെടുപ്പിക്കുന്നത്. അങ്ങനെ പങ്കെടുപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പം SSLC പരീക്ഷയൊക്കെ വരെയാണ്, അതിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത്. അപ്പോൾ +1 അങ്ങനെ വരുമ്പോൾ ഇത് അതുകൊണ്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ഗുണങ്ങൾ ഉണ്ടോ? ഇത് ഈ മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അതേപോലെ തന്നെ ജോലി സാധ്യതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആനുകൂല്യം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സ്പോർട്സിന് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇതിന് കിട്ടും. മറ്റ് കരാട്ടകൾക്ക് കിട്ടുന്നുണ്ടോ ഇതുപോലെ ആനുകൂല്യങ്ങൾ? മറ്റുള്ള കരാട്ടകൾക്ക് കിട്ടുന്നുണ്ടോ? നമുക്കിപ്പോൾ സ്പോർട്സ് കൗൺസിൽ കേരളത്തിൽ അംഗീകരിച്ചത് ഈ കരാട്ടെ എന്നല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പോൾ മറ്റുള്ള ഇപ്പോൾ ഈ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷൻ നടത്തുന്ന ടൂർണമെൻറ്റിൽ ജയിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് ലഭിക്കൂ. എന്നാൽ നിരവധി ആയിരക്കണക്കിന് കുട്ടികൾ ഏറെ അനധികൃതമായിട്ട് പരിശീലിക്കുന്നുണ്ട്. അവർക്ക് ഇതൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളത്. ചോദ്യമൊക്കെ ആവുമെന്ന് ചോദിച്ചോ?